നമസ്കാരം, ന്യൂസ് 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് കേസ് വർദ്ധിക്കുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ആരോഗ്യമന്ത്രി. ഇതുവരെ 519 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻകരുതൽ വേണമെന്നും നിർദ്ദേശം. അൻവറിനെ ഒറ്റപ്പെടുത്തുമെന്ന നിലപാട് UDF-നില്ലെന്ന് KC വേണുഗോപാൽ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുമെന്നും വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവുമായി സംസാരിക്കുമെന്നും അദ്ദേഹം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട്, 8 ജില്ലകളിൽ ഓറഞ്ചും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. 3 ദിവസത്തേക്ക് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം. ശക്തമായ കാറ്റിനും സാധ്യത. UDF അവഗണിക്കുന്നുവെന്ന് തുറന്നടിച്ച PV അൻവർ. ഇനി പ്രതീക്ഷ KC വേണുഗോപാലിൽ. UDF തന്നെ വസ്ത്രാക്ഷേപം നടത്തി ചെളി വാരിയെറിഞ്ഞുവെന്നും തന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണെന്നും PV അൻവർ. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് ഇന്നലെ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചെളി വാരി എറിയുക. അത് കാണുന്നുണ്ടല്ലോ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുക. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന്റെ ആരോപണം അസംബന്ധമാണെന്നും ഈ മാസം 30-ന് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം. അതെ, അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അപ്പം 2 ആഴ്ച മുമ്പ് ഒരു സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ആര് ചേർക്കാൻ അസംബന്ധം എഴുന്നേൽക്കുക. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ വയനാട് ചർച്ച നടത്തുന്നു. എന്തും പറയാൻ ഒരു മടിയില്ലാതെ കുറേ എണ്ണമുണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. സഹിക്കല്ലാണ്ട് വേറെ എന്ത് വഴി? PV അൻവറിന്റെ വോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമാണെന്ന് K സുധാകരൻ. അൻവറിനെ കൂട്ടിയില്ലെങ്കിൽ വൻ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം. ഘടകകക്ഷിയാക്കുന്ന വിഷയം സതീശൻ മാത്രം തീരുമാനിച്ചാൽ പോരെന്നും K സുധാകരൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തൊടിയാണ് സ്ഥാനാർത്ഥി. ഒരു മുന്നണിയോട് പ്രത്യേക താൽപര്യമില്ലെന്ന് SDPI നേതാക്കൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.